ഗുഡ് ഈവനിങ് അമ്മേ. ഓ ഗുഡ് ഈവനിങ്. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? വിശേഷമൊന്നുമില്ല. ഇന്ന് എന്നാക്കെ ചെയ്തു? അവിടെ ഇരുന്നതെല്ലാം ചെയ്തു. അല്ല അന്നത്തെ പോലെ ഇന്നും അല്ലേ? പഴയ കഥകളൊക്കെ പറയാമ്മ. ഞാൻ ഓർക്കുന്നു. അപ്പൊ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാ പ്രസവിക്കുന്നു. അതാ എല്ലാം പെട്ടെന്നായിരുന്നു. അമ്മ ഒരു ചാക്ക് അരി കുത്തിയേ, നെല്ല് കുത്തി വെച്ചിരുന്നു അവിടെ. അത് പിന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം അതാ ആരുണ്ട് പേറ്റാൻ. പിന്നെ അല്ലേ ജാനകി വരണം. അതാ ജാനകി ചോദിച്ചു. അതിന് ഞാൻ പേറ്റിയൊക്കെ വെച്ച് എല്ലാം റെഡിയാകുക. വെളുപ്പാന കാലത്ത് ചെന്നാണ്ട കുളം ഉണ്ടല്ലോ നമ്മുടെ മാർഗോട്ട് പള്ളിയിലോട്ട് പോകുന്ന നടക്ക എന്നെ ഞണ്ടുകുളം. ഞാൻ കുളത്തിന്റെ അപ്പുറത്ത് ചെന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു എനിക്ക് ഇരിക്കാൻ വരുന്നു പറഞ്ഞു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. പതുക്കെ 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 പൊങ്ങി നേരത്തെ അവിടെ വെള്ളം പെട്രോളിന് ഇല്ലാഞ്ഞ എന്താ പ്രശ്നം? അവിടെ വണ്ടി നിർത്തിയപ്പോഴത്തേന് പെട്രോൾ പിന്നെ വണ്ടി എടുക്കാൻ മേല. ഉടനെ എൻ്റെ ഈ വിഷമം കണ്ടോണ്ട് അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അവനോട് പറഞ്ഞു ഇനി വണ്ടി എടുക്കാൻ പറഞ്ഞു. വണ്ടി എടുത്ത് അവിടെ ചെന്നപ്പോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ വണ്ടി തിന്നു. അല്ല വെള്ളം ഒഴിച്ചങ്ങാണ്ട് പോയില്ലേ? ഇല്ല വെള്ളം ഒഴിക്കാൻ അങ്ങനെ അവിടെ ചെന്ന് അങ്ങനെ എൽസൺ പ്രസവിച്ചത്. അതാണ് ഇന്നത്തെ കാലത്ത് എല്ലാ സൗകര്യവും ഉള്ളപ്പോഴും ആൾക്കാർക്ക് പറ്റുന്നില്ല. എന്തെല്ലാം അബദ്ധങ്ങളാ പറ്റുന്നത്. ഇന്ന് രാവിലെയും കേട്ട് നമ്മൾ വളരെ ദുഃഖകരമായൊരു വാർത്ത. 27 വയസ്സുള്ള കുഞ്ഞ് ഫേബ നിത്യതയെ പ്രവേശിച്ചു. ദൈവമേ അവരെ ആശ്വസിപ്പിക്കട്ടെ. അതാണ്. അപ്പം എനിക്കൊക്കെ എന്നെയൊക്കെ കൊണ്ട് ആരാമേ വന്നേ? ഏതോ ഒരു ആശാട്ടി വന്നല്ലേ? പാപ്പി പണിക്കെത്തിയോ? ആണോ വന്നേ? പിന്നെ കൊരണ്ടാനത്തെ ആശാട്ടി വന്നല്ലോ. ബിന്നി പ്രസവിക്കുന്നതിന് മുമ്പ് അവനെ വിളിക്കാനായിട്ട് അവിടെ ഒന്ന് വണ്ടി വല്ലതും ഉണ്ടോ? കാളവണ്ടിയായിട്ട് കുഞ്ഞോ കാളവണ്ടിയായിട്ട് പോയിട്ട് വരുമ്പോഴത്തേനൂടെ പ്രസവം കഴിഞ്ഞു. അതാണ് ആശാട്ടി അമ്മ പിന്നെ പേക്കകത്ത് വന്ന് ആ പഠിക്ക വന്നപ്പോഴത്തേനോടെ ഞാൻ പ്രസവിച്ചു. അതാണ് പണ്ടാണ്ടല്ലേ. അത് രാവിലെ രാത്രി മുഴുവൻ പേറ്റിയില്ല. ഇസ്രായേൽ മക്കള് നല്ല തരമുള്ള സ്ത്രീകളായിരുന്നു. വയറ്റാട്ടി തോന്നി ഞാൻ അരി മുഴുവൻ പേറ്റി വെച്ചൊക്കെ കിടന്നേക്കാൻ മതി. അതാ നമ്മുടെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം വായിച്ച് ഇസ്രായേൽ മക്കള് നല്ല നിറമുള്ള സ്ത്രീകളായിരുന്നു. അയ്യോ. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പഴയ കഥകളൊക്കെ ഇങ്ങനെ ഓർക്കുന്ന നല്ലതാണ്. ഈ ആശാട്ടിമാരുടെയൊക്കെ പേര് മറക്കാതിരിക്കാൻ പെട്ടെന്ന് ഞാനൊരു വീഡിയോ എടുത്ത് വെക്കുന്നതാണ് എന്നും ഓർക്കാൻ. ശരിയപ്പം ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് ഒരു സൂതികർമ്മിണിയായിരുന്നു. അന്നത്തെ കാലത്ത് അതൊക്കെയായിരുന്നു ഹോം ഡെലിവറി. ഹോസ്പിറ്റലൊന്നും പോകണ്ട. പിന്നെ പ്രസവിക്കുമ്പോൾ ആരും ഇല്ലല്ലോ. ഇവരാ അപ്പുറത്തെ ചേട്ടത്തി അയ്യോ കഷ്ടമുണ്ട്. ആചാട്ടിയമ്മ ഒന്ന് പഠിച്ചു കയറുമ്പോഴത്തേനും ഇവിടെ പ്രസവിച്ചു. കൊച്ചു കരഞ്ഞു. ഏതായാലും കൊച്ചിനെയൊക്കെ എടുത്തത് മറ്റവരാ. എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് ആയിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ഈ പഴയ കഥകളൊക്കെ ഒന്ന് ഓർക്കുന്നൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈവനിങ്.